ഹലോ ഗൈസ്, അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വീട്ടിലല്ല, കാറിൽ ആണ്. പക്ഷെ കാറിൽ എന്തിനാ നിങ്ങൾ കയറിയിരിക്കണമെന്ന് ചാനലൊക്കെ ഇടുമ്പോൾ പുറത്തല്ലേ സാധാരണ ഇരിക്കാറും. പക്ഷേ ഇത് എൻ്റെ വീടല്ല, എൻ്റെ അമ്മമ്മയുടെ ചേച്ചിയുടെ വീട് കേട്ടോ. പക്ഷേ ബാക്കി കാണുന്ന വീടല്ല, കുഞ്ഞു വീടാണ്. പക്ഷെ അവർക്ക് അവരുടെ സ്ഥലമാണ് ഈ മൊത്തം, ഈ സ്ഥലം മൊത്തം അവരുടെയാണ്. അവർ വിറ്റ് വെച്ച് അവർ പുതിയ വീട് ഉണ്ടാക്കുവാണ്. തീരെ ചെറിയ വീടാണ്. പക്ഷെ നമ്മളിന്നിവിടെ എത്തിയിട്ട് ഹെയർ സ്റ്റൈൽ ഇടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്താലോ? ആ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവും, എന്താ ഇത്രയും 3 പൊട്ടി തൊട്ടാണ്, ചുമ്മാ തൊട്ടാണ്. നമുക്ക് ഇതേപോലെ ഒരു ബുഷും കൊണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ ഞാൻ ഇറക്കി. എങ്ങനെയാണെന്ന് പറയാമോ? അതാണ് നിങ്ങൾക്ക് ഒരു ബുഷ് ചീപ്പ് വേണമെങ്കിൽ എടുത്താൽ മതി. ഈ ചീപ്പില്ലാണ്ട് തല്ല ബുഷ് മാത്രം കൂട്ടുകാരികൾ ഒരാൾ തന്നില്ല. അപ്പം എൻ്റെ മുടി അങ്ങനെ എടുക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ബുഷ് മാത്രമായിട്ട് എങ്ങനെ മുടി കെട്ടും അല്ലേ? നമുക്ക് മുടി കെട്ടാം. ഫസ്റ്റാണ് നിങ്ങളുടെ ബുഷ് എടുക്കുക. കൈ ഇട്ടോ, പക്ഷെ ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല. കൈ ഇട്ടോ, അല്ലെങ്കിൽ എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കൊള്ളാം. ഫസ്റ്റാണ് നിങ്ങളുടെ മുടി ഇങ്ങനെ ചുമ്മാ ബാലൻസ് ആയിട്ട് ഇങ്ങനെ അഴിച്ചിടുക. അതേപോലെ നിങ്ങൾ ഈ സൈഡ് ഇങ്ങനെ പൊക്കിയിട്ട് ഈ അടിവശത്തുനിന്നും ഈ ഉള്ളച്ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ കളയുക. അതേപോലെ വശത്തിൽ നിന്നും ഇത് എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പോൾ ഇവിടെ കൊണ്ടൊരു കെട്ടെടുക്കുക. ഇപ്പം ചുമ്മാ ഞാൻ കെട്ടുന്നതാണ് ഗായ്സ്, പക്ഷെ ബാക്കി നമ്മൾ വന്നുള്ളൂ. ചുമ്മാ ഇങ്ങനെ ഒരു ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട മുടിയില്ലേ, ആ മുടി നമ്മൾ എടുത്തിട്ട് നമ്മളുണ്ടോ ഫ്രണ്ടിലേക്ക് ഇട്ടോളൂ. എൻ്റെ മുടി അങ്ങനെ എടുക്കത്തില്ല. ഓക്കെ, എടുത്തിട്ട് ആ മുടി അയക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന ഒരു മുടി എടുക്കുക. ഓക്കെ, അത് ബാലൻസ് ഈ മുടി എടുക്കുക. ഇനി ഈ മുടികൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പോണിറ്റയിൽ കെട്ടുക. ഓക്കെ, ഇതുപോലെ പോണിറ്റയിൽ കെട്ടുക. ഇതുപോലെ ബാലൻസ് ഒത്തിരി മുടി ഉണ്ടാവും. അതെന്നാ ചെയ്യണല്ലേ, അത് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക. ഓക്കെ, നമ്മൾ പിൻ ചെയ്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ ബാലൻസ് മുടി നിങ്ങളിങ്ങനെ ചുരുട്ടുകയോ ചുമ്മാ ഇട്ടാലും മതി കേട്ടോ. ജസ്റ്റ് ഇടുക, ഇങ്ങനെ പ്രാന്തയുടെ പോലെ കിടക്കും. ഓക്കെ, ദെൻ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒത്തിരി ഇടുക. ഇവിടുന്ന് മുടിയെടുത്ത് ഈ ബുഷിൻ്റെ ഇടയിലേക്ക് കയറ്റുക. ഓക്കെ, ദെൻ ഇവിടുന്ന് ഒരു മുടിയെടുത്ത് ബുഷിലേക്ക് കയറ്റുക. ഈ 2 സൈഡ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ഹെയർ സ്റ്റൈൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സമയം എടുത്ത് ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു ബുഷ് ഇട്ട് ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇനി പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെൻഡ്. എന്ന് വെച്ചാൽ ഫുൾ മുടി പുറത്തും ഒരു ശലപ്പം മുടി ബോൺടൈൽ ഇടുന്നതാണ്. പക്ഷെ ഇതിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യണത്. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഇത്രയും ഒരു സംഭവത്തിന് വേണ്ടി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തേനേ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെ പലർക്കും അങ്ങനെ ആവുന്നതാണ്. എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇത് ഒന്ന് ഇട്ട് എൻ്റെ ഈ ഇങ്ങനെ കസ്റ്റമേഴ്സിനുള്ളവർക്ക് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ചെയ്ത് തരുന്നത്. ഈ ചീപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബുഷ് മാത്രം മതി. ചീപ്പ് വേണമെങ്കിൽ എടുത്താൽ മതി. ചീപ്പില്ലാത്ത ആളാണ് എന്നെ കാണാൻ കൊള്ളില്ലാണ്ടിരുന്നത് കേട്ടോ. ഞാൻ ചീപ്പ് യൂസ് ചെയ്ത എൻ്റെ മുടിയാണ് കേട്ടോ
പിന്നെ എനിക്കിങ്ങനെ പോയിട്ടിലിട്ടും ഇത്രയും മുടി ബാലൻസ് എന്ന് വരും കേട്ടോ. ഇപ്പോൾ ഒത്തിരി മുടി ബാലൻസ് ഉണ്ട്. കൊമ്പനാനെ കിട്ടപ്പം ഒത്തിരി മുടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇട്ടെടുക്കും കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. ഓക്കെ, ബൈ.